മമ്മൂട്ടി ഗൗതം മേനോൻ കോമ്പിനേഷനിലെത്തുന്ന ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് എന്ന ചിത്രം നവംബറിൽ റിലീസിന് ഒരുങ്ങുന്നതായുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രം നവംബർ 14 റിലീസ് ചെയ്യുന്നതിന് അണിയറ പ്രവർത്തകർ പദ്ധതിയിടുന്നതായിട്ടാണ് റിപ്പോർട്ട്. സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും റിലീസ് തീയതി സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുക എന്നാണ് സൂചന. പ്രൈവറ്റ് ഡിറ്റക്റ്റീവായിട്ടായിരിക്കും ഈ സിനിമയിൽ മമ്മൂട്ടി വേഷമിടുക. റൊമാന്റിക് സിനിമകൾ കൂടുതലായി ചെയ്യുന്ന ഗൗതം മേനോൻ മലയാളത്തിൽ മമ്മൂട്ടിയെ നായകനാക്കി ഒരു സീരിയസ് ജോണറിലുള്ള സിനിമ എടുത്തേക്കും എന്നായിരുന്നു ആരാധകർ തുടക്കത്തിൽ പ്രെഡിക്റ്റ് ചെയ്തത്. എന്നാൽ കോമഡി ചിത്രമാണ് അദ്ദേഹം ഒരുക്കുന്നത്. രസകരമായ ഒരു വേഷമാണ് മമ്മൂട്ടിക്ക് ചിത്രത്തിൽ ഉണ്ടാവുക എന്നാണ് സൂചന. മമ്മൂട്ടിയുടെ കഥാപാത്രത്തെക്കുറിച്ച് തിരക്കഥാകൃത്തുക്കളിൽ ഒരാളായ നീരജ് ആയിരുന്നു വെളിപ്പെടുത്തിയത്. ഷെർലക് ഹോംസിന്റെ രീതിയെ അനുസ്മരിപ്പിക്കുന്ന ഒരു ഫൺ കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് എന്നും ഗൗതം മേനോൻ തന്നെയാണ് മമ്മൂട്ടി ഈ കഥാപാത്രത്തിന് യോജിക്കുമെന്ന് നിർദ്ദേശിച്ചതെന്നും നീരജ് വ്യക്തമാക്കുന്നുണ്ട്. മമ്മൂട്ടി കമ്പനിയാണ് ചിത്രം നിർമ്മിക്കുന്നത്. മമ്മൂട്ടിക്കൊപ്പം ഗൗതം മേനോൻ പുതിയ സിനിമ ചെയ്യുന്നു എന്ന വാർത്തകൾ ഏറെക്കാലമായി വന്നിരുന്നു. 2021 മിന്നലെ എന്ന സിനിമ സംവിധാനം ചെയ്തുകൊണ്ട് തമിഴ് ഇൻഡസ്ട്രിയിൽ തുടക്കം കുറിച്ചതാണ് ഗൗതം മേനോൻ. പിന്നീട് കാക്കക്കാക്ക, വേട്ടയാട് വിളയാട്, പച്ചക്കിളി മുത്തുച്ചരം, വാരണമായിരം, വിണ്ണൈ താണ്ടി വരുവായ തുടങ്ങി നിരവധി ഹിറ്റുകൾ തമിഴ് സിനിമയ്ക്ക് നൽകി. വേറിട്ട സിനിമകൾ തിരഞ്ഞെടുത്ത് ചെയ്യുന്ന മമ്മൂട്ടിയും മമ്മൂട്ടി കമ്പനിയും ഗൗതം മേനോന്റെ ആദ്യ മലയാള സിനിമ ഏറ്റെടുത്തത് വെറുതെ ആവില്ല എന്ന് തന്നെയാണ് സിനിമാ നിരീക്ഷകരുടെ വിലയിരുത്തൽ. എന്തായാലും പുതിയ മമ്മൂട്ടി ചിത്രത്തെ കാത്തിരിക്കാൻ സംവിധായകൻ, നടൻ എന്നിവരിലുള്ള പ്രതീക്ഷ പോലെ തന്നെ മമ്മൂട്ടി കമ്പനിയിലുള്ള വിശ്വാസവും കാരണമാവുന്നുണ്ട്. മമ്മൂട്ടി തിരശ്ശീലയിൽ ആടിത്തിമിർക്കാത്ത വേഷങ്ങൾ കുറവാണെങ്കിലും പുതിയ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള അന്വേഷണമാണ് മമ്മൂട്ടി കമ്പനി പുതിയൊരു സിനിമാ സംസ്കാരത്തിന് തുടക്കം കുറിക്കുന്നതിന് പിന്നിലുമുള്ളത്. വാണിജ്യ ഘടകങ്ങളെയൊക്കെ ഉൾക്കൊള്ളുമ്പോൾ തന്നെ മൗലികമായ സിനിമകൾ ഒരുക്കാനാണ് മമ്മൂട്ടി കമ്പനി ശ്രമിക്കുന്നത്. റോഷാക്ക്, നൻപകൽ നേരത്ത് മയക്കം തുടങ്ങിയ സിനിമകൾ മമ്മൂട്ടി കമ്പനിയുടെ വിഷൻ എന്താണെന്നുള്ളത് വ്യക്തമാക്കുന്നുണ്ട്. പുതിയ ചിത്രവും അത്തരമൊരു എക്സ്പീരിയൻസ് തന്നെ പ്രേക്ഷകർക്ക് നൽകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. 2024 അവസാനിക്കാൻ പോകുന്ന സമയത്ത് വ്യത്യസ്തവും പുതുമയുള്ളതുമായ ചിത്രങ്ങൾ മമ്മൂട്ടിയുടേതായി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. മമ്മൂട്ടിയുടെ ബസൂക്ക ഏറെ ആകാംക്ഷയോടെ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചിത്രമാണ്. ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് തിരക്കഥാകൃത്തായ കലൂർ ഡെന്നിസിന്റെ മകനായ ഡിനു ഡെന്നിസ് ആണ്. സ്റ്റൈലിഷ് ത്രില്ലർ ആയിട്ടാണ് ചിത്രം ഒരുങ്ങുന്നത് എന്നാണ് വിവരം. ഇത്തവണത്തെ ഓണം റിലീസായി മമ്മൂട്ടിയുടെ ബസൂക്ക എത്തുമെന്ന വാർത്തകൾ മുൻപ് പുറത്തു വന്നിരുന്നു. എന്നാൽ പിന്നീട് റിലീസ് നീളുകയായിരുന്നു. സിദ്ധാർത്ഥ് ഭരതൻ, ഷൈൻ ടോം ചാക്കോ, ഡീൻ ഡെന്നിസ്, ബിഗ് ബി ഫെയിം സുമിത് നവൽ, സ്ഫടികം ജോർജ്, ദിവ്യ പിള്ള, ഐശ്വര്യ മേനോൻ എന്നിവരാണ് താരനിരയിലുള്ളത്. സംഗീത സംവിധാനം മിഥുൻ മുകുന്ദും ഛായാഗ്രഹണം നിമിഷ് രവിയുമാണ്. റോഷാക്ക് സംവിധാനം ചെയ്ത നിസാം ബഷീറിന്റെ പുതിയ സിനിമ മമ്മൂട്ടി ചെയ്യുന്നു എന്ന വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. ഒപ്പം മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രവും മമ്മൂട്ടിയുടേതായി അണിയറയിൽ ഒരുങ്ങാൻ പോവുകയാണ്. മോഹൻലാലും ഈ സിനിമയിൽ ഒരു പ്രധാന വേഷത്തിലെത്തും എന്നാണ് വിവരം.